ഹായ് ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണെന്ന് പരിശോധിച്ചു. അതായത് ഫസ്റ്റ് അപ്ലിക്കേഷൻ ഹീറ്റ് എൻജിൻ. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് എൻജിനിൽ എന്തൊക്കെയായിരുന്നുള്ളത്. ഒരു സോഴ്സ് ഉണ്ട്, പിന്നെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്, സിങ്ക് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർനോട്ട് എൻജിൻ. എന്താണ് കാർനോട്ട് എൻജിൻ? നമ്മൾ സാധാരണ പ്രാക്ടിക്കൽ എൻജിനിൽ നിന്നും എല്ലാ ഡിഫക്റ്റിനെയും പരിഹരിച്ചു കൊണ്ടുള്ള ഒരു ഐഡിയൽ എൻജിനാണ് കാർനോട്ട് എൻജിൻ. സെഡി കാർനോട്ട് എന്ന സയൻറ്റിസ്റ്റാണ് കാർനോട്ട് എൻജിൻ ഡിസൈൻ ചെയ്തത്. പിന്നെ കാർനോട്ട് എൻജിൻ എന്താണ്? ഒരു ഐഡിയൽ ഹീറ്റ് എൻജിനാണ് കാർനോട്ട് എൻജിൻ. ഇറ്റ് ഓപ്പറേറ്റ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് സിങ്ക്. അതായത് ഹീറ്റ് എൻജിനെ പോലെ തന്നെ ആണ് ഇതിൻ്റെ ഓപ്പറേഷൻ. അതായത് സോഴ്സിൻ്റെയും സിങ്കിൻ്റെയും ഇടയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ കാർനോട്ട് എൻജിൻ്റെ ഒരു കേസിൽ വെച്ചാൽ ഒരു അസംഷൻ നടത്തുന്നുണ്ട്. അതായത് ഫോളോയിങ് അസംഷൻസ് ആർ അണ്ടർടേക്കിംഗ് ഇൻ കാർനോട്ട് എൻജിൻ. അതായത് ഫസ്റ്റ് അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഫ്രിക്ഷൻ. Carnot engine is free from friction and other imperfection of actual engine. പിന്നെ നെക്സ്റ്റ് അസംഷൻ ആണ് ഇറ്റ് അബ്സോർബ് ഓൾ ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് റിജക്റ്റ് അൺയൂസ്ഡ് ഹീറ്റ് ടു സിങ്ക് അറ്റ് കോൺസ്റ്റൻറ്റ് ലോ ടെമ്പറേച്ചർ. പിന്നെ Carnot engine work in cyclic operation. Each stage is perfectly reversible ആണ്. എല്ലാ സ്റ്റേജും റിവേഴ്സിബിളും ആണ്. പിന്നെ നമുക്ക് മെയിൻ പാർട്ട് ഓഫ് കാർനോട്ട് എൻജിൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഹീറ്റ് എൻജിനിലെ പോലെ തന്നെ സോഴ്സ് ഉണ്ട്, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാവും, സിങ്കും ഉണ്ടാവും. പിന്നെ ഇതിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഐഡിയൽ ഗ്യാസ് ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മെയിൻ പാർട്ട് ഓഫ് കാർനോട്ട് എൻജിൻ എന്തൊക്കെയാണെന്ന് നോക്കാം. എ സിലിണ്ടർ വിത്ത് നോൺ കണ്ടക്റ്റിംഗ് വാൾ ആൻഡ് ഒരു സിലിണ്ടർ ഒരു കണ്ടക്ട് ചെയ്യാത്തൊരു സിലിണ്ടറും ഉണ്ടാവും. പിന്നെ സിലിണ്ടറിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിൻ്റെ വാള് നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും. പിന്നെ അടിഭാഗം കണ്ടക്റ്റിംഗ് ആയിരിക്കും. പിന്നെ സിലിണ്ടറിനുള്ളിൽ ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് എ സിലിണ്ടർ വിത്ത് നോൺ കണ്ടക്റ്റിംഗ് വാൾ ആൻഡ് കണ്ടക്റ്റിംഗ് ബോട്ടം പ്രൊവൈഡ് വിത്ത് എ സ്മൂത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. പിന്നെ എന്തുണ്ടാവും? ഒരു സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് മെയിൻറ്റെയിൻ ഹൈ ടെമ്പറേച്ചർ, അതാണ് T1K. ഇനി എന്തുണ്ടാവും? സിങ്ക് ഉണ്ടാവും. സിങ്കിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് മെയിൻറ്റെയിൻ ലോ ടെമ്പറേച്ചർ, T2K, represent T2K. പിന്നെ എന്തുണ്ടാവും? ഒരു നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോം. എന്തിനായിരിക്കും? നമ്മൾ സിലിണ്ടർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിലിണ്ടർ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡയഗ്രമാറ്റിക്കലി നോക്കാം. ഫസ്റ്റ് എന്തേനും സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1. പിന്നെ സോഴ്സിൽ നിന്ന് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് Q1 സോഴ്സിൻ്റെ മുകളിൽ നമ്മൾ എന്ത് വെക്കുന്നു? പിസ്റ്റൺ വെക്കുന്നു. ദെൻ പിസ്റ്റൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? നോൺ കണ്ടക്റ്റിംഗ് വാളാണ്. പിന്നെ ബോട്ടം കണ്ടക്റ്റ് ചെയ്യും. അതിലേക്ക് Q1 എന്നൊരു ഹീറ്റ് കൊടുക്കുന്നു. ദെൻ എന്താവും? പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യും. ദെൻ ഇത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിക്കുക. നെക്സ്റ്റ് പിസ്റ്റന് നോൺ കണ്ടക്റ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കുന്നു. ദെൻ പ്ലേസ് ഇൻ നോൺ കണ്ടക്റ്റിംഗ് സ്റ്റാൻഡ്. ദെൻ എന്ത് സംഭവിക്കും? അവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ സംഭവിക്കുക. adiabatic expansion സംഭവിക്കും. Then
പിസ്റ്റൺ പ്ലേസ്ഡ് ഇൻ സിങ്ക്. സിങ്കിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? വെരി ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ദെൻ എന്താവും? Q2 എന്നൊരു എമൗണ്ട് ഹീറ്റ് പിസ്റ്റണിന് സിങ്ക് അബ്സോർബ് ചെയ്യും. ദെൻ എന്താവും? ഐസോതെർമൽ കംപ്രഷൻ നടക്കും. എവിടെ? സിങ്കിൻ്റെ മുകളിൽ വെച്ചാൽ പിസ്റ്റൺ. ദെൻ സൈക്ലിക്കായിട്ട് നെക്സ്റ്റ് പിന്നെയും സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നത്. പിസ്റ്റൺ മൂവ് സ്റ്റാൻഡ്. ദെൻ എന്ത് സംഭവിക്കും? അഡിയബാറ്റിക് കംപ്രഷൻ നടക്കൂലേ? അവിടെ അഡിയബാറ്റിക് കംപ്രഷൻ നടക്കും സ്റ്റാൻഡിൻ്റെ മുകളിൽ. ദെൻ എന്ത് ചെയ്യും? പിസ്റ്റൺ ഒന്നും കൂടിയും സോഴ്സിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവരും. ദെൻ ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കാർനോട്ട് എഞ്ചിൻ്റെ ഡയഗ്രാം. ഇനി നമുക്ക് കാർനോട്ട് എഞ്ചിൻ്റെ ഗ്രാഫ് നോക്കാം. അതായത് PV ഗ്രാഫ് അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾ. അതിൽ ഫസ്റ്റ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? എ എന്ന പൊസിഷനിൽ Q1 എന്നൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ദെൻ ബിയിലേക്ക് പോകും. ഇതെന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ. അതായത് സിലിണ്ടർ പ്ലേസ്ഡ് ഇൻ വർക്കിംഗ് സബ്സ്റ്റൻസ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പിസ്റ്റൻ്റെ ഉള്ളിൽ പ്ലേസ്ഡ് ഓൺ എക്സ്പാൻഷൻ. ദെൻ എന്ത് സംഭവിക്കും? Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് വോളിയം ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഐസോതെർമൽ എക്സ്പാൻഷനാണ് ഫസ്റ്റ് എയിൽ. അതായത് പ്രഷർ, അതായത് വോളിയം കൂടും. പ്രഷർ വോളിയം കൂടി എന്താവും? പ്രഷറിൽ എന്ത് മാറ്റം വരും? വോളിയം കൂടിയ പ്രഷറിൽ എന്ത് മാറ്റം വരും? പ്രഷർ കുറയൂലേ വോളിയം കൂടുന്നതനുസരിച്ച്? ഓക്കെ, ഇത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അതായത് ദ ഗ്രാഫ് ഇൻഡിക്കേറ്റ് A to B. The thermodynamic coordinate change P1 to P2 and V1 to V2. ഇവിടെയുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ വെച്ചാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബിന് ഈക്വൽ ആയിരിക്കൂലേ? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യൂല ഐസോതെർമലിൽ. ദെൻ വർക്ക് ഡൺ എന്തായിരിക്കും? Q1 ഈസ് ഈക്വൽ ടു, അതായത് വർക്ക് ഡൺ എമൗണ്ട് ഓഫ് ഹീറ്റിന് ഈക്വൽ അല്ലേ? Q1 ഈസ് ഈക്വൽ ടു, ദെൻ വർക്ക് ഡൺ W1 ഈസ് ഈക്വൽ ടു Q1. ദെൻ Q1 ഈസ് ഈക്വൽ ടു V1 ടു V2 ഇൻ്റഗ്രൽ ഓഫ് V1 ടു V2 PdV. ഇവിടെ എന്തായിരിക്കും ഇക്വേഷൻ? സാധാരണ nRT വേണ്ടേ? അപ്പോൾ 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് എടുത്താൽ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ RT1 log V2 ബൈ V1. ഇപ്പോൾ എന്തായിരിക്കും വർക്ക് ഡൺ? എന്തായിരിക്കും? ഏരിയ അണ്ടർ ദ കർവ് AB. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അതായത് B to C. ഇവിടെ എന്തായിരിക്കും നടക്കുക? B to Cയിൽ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആയിരിക്കും. അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ ഹീറ്റ് എന്താവും? ഹീറ്റിൽ മാറ്റം ഉണ്ടാവുമോ? ഹീറ്റ് T1 ടു T2ലേക്ക് വരും. പിന്നെ വോളിയം V2 ടു V3ലേക്കും. പ്രഷർ എന്താവും? P2 ടു P3. വോളിയത്തിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഗ്രാഫിൻ്റെ പ്രത്യേകത വെച്ചാൽ ഐസോതെർമലിലെ ഗ്രാഫ് മോർ സ്ലോപ്പ് കൂടുതലായിരിക്കും. പിന്നെ അഡിയബാറ്റിക്കിലെ സ്ലോപ്പ് ഒന്നുകൂടി കൂടും. മനസ്സിലായില്ലേ? എന്താ നമുക്ക് നോക്കാം. അതായത് സിലിണ്ടർ പ്ലേസ്ഡ് നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് ഗ്യാസിന് എന്ത് സംഭവിക്കും? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇവിടെ ടെമ്പറേച്ചർ T2 ആയിരിക്കും. ദെൻ തെർമോഡൈനാമിക് വേരിയബിളിൽ എന്ത് മാറ്റം സംഭവിച്ചത്? P2 ചേഞ്ചസ് ടു P3 ആൻഡ് V3 ചേഞ്ചസ് ടു V3. V2 ചേഞ്ചസ് ടു V3 ആൻഡ് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവില്ല ഇവിടെ. ദെൻ പ്രോസസ്സിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് BC. ഇനി നമുക്ക്
അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അതായത് ബി സി എന്ന ഏരിയയിലെ വർക്ക് ഡൺ കാണാം. അതായത് W2 is equal to V1 to V2 PdV. ദെൻ അഡിയബാറ്റിക്കിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? R by gamma minus 1 T1 to T2 is equal to എന്താണ്? ഏരിയ അണ്ടർ ബി സി. ഇനി നമുക്ക് അടുത്ത പാർട്ട് നോക്കാം. അതായത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എത്തി ബി ടു സി അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇനി നമുക്ക് ഗ്രാഫിൽ നിന്ന് നോക്കാം. ഇനി എന്താണ് സൈക്കിൾ, എങ്ങനെയാണ്? സി ടു ഡി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സിലിണ്ടർ പേസ്ഡ് ഇൻ സിങ്ക്. ഇനി ഇവിടെ വോളിയത്തിൽ എന്ത് മാറ്റം സംഭവിക്കുന്നത്? വോളിയം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? വോളിയം കുറയും. ദെൻ പ്രഷർ ഇൻക്രീസ്. ടെമ്പറേച്ചർ നോട്ട് ചേഞ്ച്. ഇപ്പോൾ എന്തായിരിക്കും ഇവിടെ? ഐസോതെർമൽ. വോളിയം കുറയുന്നതുകൊണ്ട് എന്തായിരിക്കും? ഐസോതെർമൽ കംപ്രഷൻ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? സിങ്കിൻ്റെ മുകളിൽ വെച്ചേ, സിങ്കിൻ്റെ മുകളിൽ നിന്ന് ഹീറ്റ് എന്താവും? റിലീസ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്യണോ ചെയ്യുക? പിസ്റ്റൺ ഹീറ്റ് റിലീസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വേരിയബിൾസിന് എന്തൊക്കെയാണ് മാറ്റം വന്നത്? P3 ടു P4 മാറി. അതേപോലെ എന്ത് മാറ്റം വന്ന്? വോളിയം V3 ടു V4 പോയി. പിന്നെ ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച്. ഇനി നമുക്കിതിൻ്റെ വർക്ക് ഡൺ നോക്കാം. എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ഐസോതെർമൽ കംപ്രഷൻ. അതായത് the cylinder is placed on sink, then piston moves down and compress gas at constant temperature T2. ഇപ്പോൾ ഹീറ്റ് എന്താവും? റിലീസ് ചെയ്യൂലേ. ദെൻ വേരിയബിൾസ് P4 V4 ചേഞ്ച് ചെയ്ത്. ഇപ്പോൾ പ്രോസസ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏത് ഏരിയയാണ്? സി ഡി. അപ്പോൾ ഇവിടെയുള്ള വർക്ക് എന്തിന് ഈക്വലായിരിക്കും? എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് ഈക്വൽ ആയിരിക്കില്ലേ വർക്ക് ഡൺ. ദെൻ എന്തായിരിക്കും വർക്ക്? Q2 is equal to V3 to V4. അതായത് മൈനസ് സൈൻ ആയിരിക്കും. അതായത് വർക്ക് എന്തായിരിക്കും? ഹീറ്റ് റിലീസ് ചെയ്യുന്നല്ലേ. ദെൻ മൈനസ് സൈൻ ഇൻ്റഗ്രൽ ഓഫ് V3 to V4 PdV. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു R T2 log V4 by V3 ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ അണ്ടർ കർവ് സി ഡി. ദെൻ ആ T2 നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് സൈന് മാറ്റിയിട്ട് V3 by V4 എന്നെഴുതിക്കൂടെ. അതായത് R T2 log V3 by V4. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നമ്മൾ വീണ്ടും എവിടെ കൊണ്ടുവെക്കുന്നു? സിലിണ്ടർ നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ അഡിയബാറ്റിക് കംപ്രഷൻ നടക്കും. അതായത് വോളിയത്തിൽ എന്ത് സംഭവിക്കും? വോളിയം വിൽ സ്മോൾ ഡിഗ്രീസ്. അഡിയബാറ്റിക് കംപ്രഷനിൽ വോളിയം എന്താവും? ചെറിയൊരു മാറ്റം വരും. പിന്നെ പ്രഷർ മാറും. അതായത് വേരിയബിൾസ് ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ എത്തും. എങ്ങനെ? അഡിയബാറ്റിക് വാൾവിൻ്റെ അഡിയബാറ്റിക് കംപ്രഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് സിലിണ്ടർ നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ വെക്കുന്നത്. ദെൻ ഗ്യാസ് കംപ്രസ്ഡ് അഡിയബാറ്റിക്കലി ആൻഡ് ഇറ്റ് റീച്ചസ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അതായത് വേരിയബിൾസിന് എന്ത് മാറ്റം വരുന്നു? വേരിയബിൾസ് ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെ എത്തുക. ഇത് സൈക്ലിക് പ്രോസസ്സാണെന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റേജ് എന്ന് വെച്ചാൽ അഡിയബാറ്റിക് കംപ്രഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ D to A. അപ്പോൾ ഇവിടെയുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? W4. എന്താണ് വർക്ക് ഡൺ എന്ന് നോക്കാം. വർക്ക് ഡൺ W4 ഈസ് ഈക്വൽ ടു V4 to V1 PdV. അതായത് അഡിയബാറ്റിക് ആയതുകൊണ്ട് R by gamma minus 1 T2 minus T1 അല്ലേ. ഏതായിരിക്കും ഇവിടെ? T2 minus T1.
അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, -r/γ-1 T1 - T2 എന്നെഴുതി കൂടെ. അതെന്തിനായിരിക്കും? നമുക്ക് ഈ ഇക്വേഷൻ ടോട്ടൽ വർക്ക് കാണുമ്പോൾ രണ്ട് ടേം ക്യാൻസൽ ആവും. അതായത് W4ഉം W2ഉം ക്യാൻസൽ ചെയ്യേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും വർക്ക് ഡൺ? ഏരിയ അണ്ടർ കർവ് DA. ദെൻ നമുക്ക് ടോട്ടൽ വർക്ക് കാണാൻ ചെയ്യേണ്ടത് ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്താണ്? W is equal to Q1 minus Q2. അതായത് ഹീറ്റ് അബ്സോർബ്ഡ് മൈനസ് ഹീറ്റ് റിലീസ്ഡ്. ദെൻ എന്തായിരിക്കും വർക്ക് ഡൺ? എന്തായിരിക്കും? ഗ്രാഫിൻ്റെ ഏരിയ. ഇവിടെ വർക്ക് ഡൺ എന്താണ്? W1 പ്ലസ് W2 പ്ലസ് W3 പ്ലസ് W4. ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ആയിപ്പോൾ? W2യും W4ഉം. ദെൻ എന്ത് റിമൈനിങ് പാർട്ട് ഏതൊക്കെയാണ് ഉണ്ടാവുക? W1ഉം W3യും. ദെൻ ഇക്വേഷൻ എന്തായി മാറും? RT1 log V2/V1 മൈനസ് RT2 log V3/V4. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്തറിയാം? ബി സിന്നും ഡി എന്നും എന്ത് എഴുതാം? ബി സി എന്ന കർവ് ബി സി എന്ന പാർട്ടിന്നും ഡി എ എന്ന പാർട്ടിലും എന്താണ് നടക്കുന്നത്? അഡിയബാറ്റിക് പ്രോസസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും? വോളിയം സെയിം അല്ലേ രണ്ട് സ്ഥലത്തും? അതായത് നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ടോട്ടൽ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് മാറ്റി എഴുതാം? V2ഉം V1ഉം V3/V4ഉം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? RT1 മൈനസ് T2 കോമൺ ആയിട്ട് എടുത്ത് ദെൻ ലോഗ് V2/V1 എന്നെഴുതിക്കൂടെ? ഇനി എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഈറ്റ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ Q1. വർക്ക് എന്താണ്? RT1 മൈനസ് T2 ലോഗ് V2/V1. Q1 എന്തിനാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്? Q1 ഈസ് ഈക്വൽ ടു RT1 ലോഗ് V2/V1. ഇനി ഇതിൽ ഏതൊക്കെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്? ആറും ക്യാൻസൽ ആയിപ്പോയി. ദെൻ ലോഗ് V2/V1ഉം ലോഗ് V2/V1ഉം ക്യാൻസലായി. ദെൻ ഏതൊക്കെയാണ് ബാക്കി ഉണ്ടാവുക? T1 മൈനസ് T2/T1. ഇതാണ് എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ. പിന്നെ വർക്കിൻ്റെ ഇക്വേഷൻ എന്തേനും കാർനോട്ട് എഞ്ചിൻ്റെ കേസിൽ വർക്ക് ഈസ് ഈക്വൽ ടു RT1 മൈനസ് T2 ലോഗ് V2/V1. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാർനോട്ട് എഞ്ചിൻ്റെ പാർട്ടും പിന്നെ അതിൻ്റെ വർക്ക് ഡണ്ണും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കാർനോട്ട് സൈക്കിളിൽ ഏതൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നതും എക്സ്പാൻഷനും പിന്നെ കമ്പഷനും നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി മാക്സ്വെല്ലിൻ്റെ ഒപ്പീനിയനാണ്, അതായത് കാർനോട്ട് എഞ്ചിനെ കുറിച്ച് മാക്സ്വെല്ലിൻ്റെ ഒരു ഒപ്പീനിയനാണ് വെച്ചാൽ ഇതൊരിക്കലും ഒരു നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ഇതൊരു എൻറ്റയർലി ഇമാജിനറിയാണ്. അതായത് ഇതൊരിക്കലും നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ എഫിഷ്യൻസി ഓഫ് എൻജിൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് ആൻഡ് ടെമ്പറേച്ചർ ഓഫ് സിങ്ക്. പിന്നെ എഫിഷ്യൻസി ഒരിക്കലും വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ് ഉപയോഗിച്ചത്? ഐഡിയൽ ഗ്യാസ്. അതുകൊണ്ട് എന്തായിരിക്കും? T1 മൈനസ് T2 എന്തിനേക്കാൾ കുറവായിരിക്കും? T1 മൈനസ് T2 ലെസ് ദാൻ T1. അപ്പോൾ എഫിഷ്യൻസി ഈസ് ഓൾവേസ് ലെസ് ദാൻ 100%. ഒരിക്കലും 100% ആയിട്ട് എഫിഷ്യൻസിയിലൊരു എൻജിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എഫിഷ്യൻസി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വോളിയം റേഷ്യോ, അതായത് V3/V2 ഓർ V4/V1. ഇതിനെ നമ്മൾ പറയുന്നത് വെച്ചാൽ കോൾഡ് എക്സ്പാൻഷൻ റേഷ്യോ എന്നും പറയും. എക്സ്പാൻഷൻ റേഷ്യോ എന്ന റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് റോ.
അതായത് V3/V2 is equal to V4/V1. Then efficiency eta is equal to 1 minus T2/T1. We know that T1 V2 raised to gamma minus 1 equal to എന്താണ് T2 V3 gamma minus 1, or നമുക്ക് എങ്ങനെ എഴുതാം T2 V4 raised to gamma minus 1 is equal to T1 V1 raised to gamma minus 1 എന്നിരിക്കൂടെ. ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം T2/T1 is equal to എങ്ങനെ എഴുതാം മുകളിലത്തെ ഇക്വേഷന് T2/T1 is മാറ്റി എന്നാണ് റീ അറേഞ്ച് ചെയ്യുന്നത് മുകളിലത്തെ ഇക്വേഷൻ. ദെൻ T2/T1 is equal to V2/V3 all raised to gamma minus 1, that is equal to V1/V4 all raised to gamma minus 1. Then efficiency നമുക്ക് എങ്ങനെ എഴുതാം T2/T1 എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞ് V2/V3 raised to gamma minus 1. Then efficiency നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം efficiency is equal to 1 minus V2/V3 raised to gamma minus 1 എന്നെഴുതിക്കൂടെ. ഇതിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സ്പാൻഷൻ റേഷ്യോ റോ ഈസ് ഈക്വൽ ടു V3/V2. അതുകൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും 1 മൈനസ് 1/ρ റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് കിട്ടൂലേ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണിത് എക്സ്പാൻഷൻ റേഷ്യോ. ഓക്കെ, today's session is over. Thank you for all.